ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് പൊട്ടുകടല വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ട്. ഒരു ഗ്ലാസ് അല്ല, രണ്ടര ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1/4 കിലോ പൊട്ടുകടലയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസും പിന്നെ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചരി. അത് തലേ ദിവസം കുതിരാൻ വെച്ചിട്ടുണ്ട്. തലേ ദിവസം കുതിർത്ത് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർത്താൻ വെച്ചത്. അത് കഴിഞ്ഞിട്ട് രാവിലെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ പകുതി കേട്ടോ, അത് തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. ഞാൻ ഇപ്പോൾ തേങ്ങ അങ്ങനെ ചേർത്തിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മുട്ടയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കിലോ അരിയിലാണെങ്കിലും ഒരു മുട്ട ചേർത്താൽ മതി. ഞാൻ ഒരു 2.5 ഗ്ലാസ് അരിയിലേക്കാണ് ഒരു മുട്ട ചേർത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായി അരച്ചെടുക്കണം അതേപോലെ. അപ്പോൾ അത് ഈ പരുവത്തിലാണ് അരച്ച് കിട്ടേണ്ടത് കേട്ടോ. ദോശമാവിൻ്റെ ഒരു പരുവമല്ല, ഇതിനെക്കാട്ടും കുറച്ച് കട്ടി, എന്നാൽ ഇഡ്ഡലിയുടെ ഒന്നും അല്ലാത്ത രൂപത്തിൽ കട്ടി കുറഞ്ഞിട്ട്, നല്ല കട്ടിയും പാടില്ല, നല്ല വെള്ളം പോലെ ആവാത്ത ഒരു പരുവത്തിൽ. അപ്പോൾ ചട്ടി അവിടെ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് നല്ല എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇത് വറുക്കാൻ പറ്റും. അപ്പോൾ അതിന് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പൊട്ടുകടലമ്മ ആകെ കണ്ടോ ഒരു തരം വെള്ള പൊടി കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അത് കഴുകാൻ പറ്റില്ല, കഴുകി കഴിഞ്ഞാൽ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ആക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ഒരു വെള്ളം മുണ്ടെടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ പൊടിയൊക്കെ തുടച്ചെടുക്കുക. ഒരു തരം വെള്ള പൊടിയുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പോഴേക്കപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് മാവ് കൂട്ടാനേ പറ്റുള്ളൂ, കാരണം കടല കുതിർന്ന് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അരക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ അതാ മാവിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കേണ്ട ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ചെറിയ പാത്രത്തിലേക്ക് കടല, ഓരോ ട്രിപ്പ് പൊരിക്കാനുള്ളത് കടല എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് മാവ് എടുത്തിട്ട് കലക്കണം. കാരണം നമ്മൾ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് ഇത് കടല മാവിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുതിർന്ന് പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടി ചൂടായത് വരുമ്പോൾക്ക് ഓരോ പാത്രത്തിൽ മാവ് റെഡിയാക്കണത്. അപ്പോൾ അത് ഒരു ട്രിപ്പ് ഇതേപോലെ കുടഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കൈകൊണ്ട് ഇങ്ങനെ വാരി എറിഞ്ഞ പോലെ ഇട്ടാലും മതി. ഞാൻ കൈകൊണ്ട് തന്നെ കുതിർത്ത് കൊടുത്ത് ഒന്നാണ് അരി അല്ലേ, അതുകൊണ്ട് വേഗം എന്തിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ പൊട്ടി കിട്ടും. അപ്പം നമ്മൾ ചട്ടം കൊണ്ട് ഒന്ന് മറിച്ചിടുമ്പോൾ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. പൊടി വെച്ച് നല്ല ചെറിയ പൊട്ടായിട്ട് വരും. അപ്പോൾ ഇതാ കണ്ട ഇതേ പരുവത്തിലായി കിട്ടും. ഒരു മഞ്ഞ കളറിട്ടതുകൊണ്ടാണ് ഒരു കളറൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഞങ്ങളത് കഴിച്ച് നോക്കിയാകുമ്പോൾ നല്ല ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ മധുരവും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു മൊരിഞ്ഞിട്ട് നല്ല മഴയത്ത് ചൂടോടക്കനെ ഇങ്ങനെ ഇരുന്ന് കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടാക്കി നോക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ്. എല്ലാവരും മക്കളൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ്. മഴക്കാലത്ത് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് കടിച്ച് കഴിക്കാൻ പറ്റിയതാണ്. ഹെൽത്തിയുമാണ്. പച്ചരിയും മുട്ടയും ഇതൊക്കെ അല്ലേ ഉള്ളൂ, വേറെ ഒരു സാധനങ്ങളും അതിൽ ചേർക്കണില്ല. ഇതാണെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. കുറേ ദിവസം പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതാ ഇനി അടുത്ത ട്രിപ്പിനുള്ള കടല എടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ ചട്ടിയിലും ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അതിനുള്ള മാവ് അപ്പൾക്കപ്പം കൂട്ടണം. അപ്പോൾ അതിനുള്ളതാണ് ആ മാവ് കൊഴിച്ചിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ ഈ കൂട്ടിയ മാവ് ഫുള്ളായിട്ട് ഒരു ട്രിപ്പിൽ നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ ഞാൻ ചെറിയ ചട്ടി വെച്ചതുകൊണ്ട് കുറച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. ഇത് ഗൾഫിലേക്ക് കൊടുത്തയക്കാനോ
ഒക്കെ പറ്റിയതാണ്. കാരണം കുറേ ദിവസങ്ങളും മാസങ്ങളൊക്കെ ഇരിക്കുന്ന പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പലഹാരമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോയെന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ ഇത് ഒരു കണ്ണൂക്കാരുടെ ചാനലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയതാണ്. നമ്മളതൊന്ന് എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഓരോരോ വിഭവങ്ങൾ ഓരോ വെറൈറ്റി അല്ലേ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്, ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്കിഷ്ടമായി നോക്കുമ്പോൾ ആ വീഡിയോ നിങ്ങളറിയാത്തവർക്കും കൂടി ഇട്ടുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പം ചെയ്ത് വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ്. ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ 250 ഗ്രാം കടലയാണ് ഞാൻ മേടിച്ചത്, 2 ഗ്ലാസ് പച്ചരിയും. അതിനിപ്പോൾ അതാ 1 കിലോനോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാത്രത്തിലേക്കുള്ള പലഹാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പലഹാരം ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങളൊക്കെ. നല്ല മൊരിഞ്ഞിട്ട് കറുമുറയുള്ള ഒരു പലഹാരം. അങ്ങനെ കറുമുറ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരം കേട്ടോ. തണുത്ത് പോകണമെന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ.